ഈശോയേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവൃഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതാണ് നമ്മുടെ ജീവിത ദുരന്തങ്ങൾക്ക് കാരണം. നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വർദ്ധിക്കുന്നുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടത്ര നമ്മൾ പ്രാർത്ഥന കൊടുക്കുന്നില്ല എന്ന പ്രഘോഷണങ്ങൾ മുറുകുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ആ വിഷയത്തിന്റെ പൂർണ്ണഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഇതുവരെ. നിരവധി ആക്ഷേപങ്ങളും ഏതുവിധേനയും ഈ പ്രഘോഷണത്തെ തടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഒക്കെ പലവിധ പ്രകാരങ്ങളായി നടക്കുന്നുണ്ട്. നമ്മൾ അതിനെതിരെ തന്നെ നീങ്ങുക. അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ മറുപടി അവസാന ഘട്ടത്തിൽ പറയാം. പരമാവധി വിമർശനങ്ങൾ ഉണ്ടാകട്ടെ, എന്താണ് അവരുടെ ഉള്ളിലുള്ള വിമർശനത്തിന്റെ കാര്യമെന്നും തിരിച്ചറിഞ്ഞ് അവയ്ക്ക് വേണ്ട മറുപടി കൊടുക്കാൻ കഴിയും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അത് അവസാന ഘട്ടത്തിലാകുന്നതാണ് നല്ലത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിത ദുരിതങ്ങൾ നീക്കുക എന്നതല്ല എന്ന കാര്യം നാം പ്രത്യേകമായിട്ട് ഓർക്കണം. ഈ ലോകത്ത് നാം ജീവിക്കുന്നത് സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും ഭൗതിക സമ്മർദ്ദങ്ങളുടെയും ചുറ്റുപാടിലാണ്. ഇതെല്ലാം ക്രിസ്തുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതാണ്. ക്രിസ്തുവിൽ ഇവയെല്ലാം നോക്കിക്കാണാനും ഇവയെ സ്വീകരിക്കാനും ഇവയെ അതിജീവിക്കാനും ക്രിസ്തു സ്നേഹത്തിൽ നമുക്ക് കഴിയണം. അതാണ് ക്രൈസ്തവ ജീവിതം. ക്രൈസ്തവ ജീവിതത്തിൽ പ്രാർത്ഥന തുണയാകുന്നത് കാര്യസാധ്യത്തിനല്ല. ക്രൈസ്തവ ജീവിതം ഈ ലോകത്തെ മറികടക്കാനുള്ള വേദിയാണ്. അതുകൊണ്ടാണ് അന്ത്യോക്യയിൽ വെച്ച് ലോകത്തെ തലകീഴായി മറിക്കുന്നവർ എന്ന പരാമർശം ഉണ്ടാകുന്നത്. ലോകത്തിന്റെ സാമാന്യ ധാരണകളെ ലംഘിക്കും വിധം നമുക്ക് ആയിത്തീരാൻ കഴിയണം. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഈ ലോക സാമാന്യതയെ സുരക്ഷിതമാക്കാൻ ദൈവത്തെ ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന നിലയ്ക്കാണ്. അവിടെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനകൾ വഴി കാര്യങ്ങൾ നടത്തിയെടുക്കണമെന്ന ഷാഢ്യത്തിന് ഒരു ബലം പോരെന്ന് തോന്നുമ്പോഴാണ് പൈശാചികതയെയും പൂർവികരുടെ പാപങ്ങളെയും ഇതര മനുഷ്യരെയും ഒക്കെ ശത്രുക്കളായി നിർത്തുന്ന, അവരാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ പാപമാണ് നമ്മുടെ സഹനത്തിന് കാരണമെന്ന നിലയ്ക്കുള്ള ചില ചിന്തകൾ കൊണ്ടിരുന്നത്. സഹന നിമിഷങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എത്രത്തോളം കഴിയുമെന്നിടത്താണ് വിശ്വാസം ബലപ്പെടുക. ജീവിതത്തിൽ നാം നേരിടുന്ന കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും ഒക്കെ സ്വീകരിക്കാനും ക്രിസ്തുവിനെ പ്രതി അവയെല്ലാം അർപ്പിക്കാനും ക്രിസ്തുവിന്റെ യാഗത്തോട് ചേർക്കുന്നതാക്കി നമ്മുടെ ജീവിതം മാറ്റാനും കഴിയുമ്പോഴാണ് വിശ്വാസം പ്രഘോഷിക്കപ്പെടുന്ന ഒന്നായിട്ട് മാറുക. നമ്മൾ ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഈ അഭിപ്രായങ്ങൾ ഗണ്ണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ പൂർവികരുടെ പാപങ്ങൾ നമ്മെ ഭാരപ്പെടുത്തുമെന്ന ചിന്ത ഉറപ്പിക്കാനായിട്ട് ഗബ്രിയേൽ അമോർത്തച്ഛന്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ രീതികളും ഒക്കെയാണ് കൊണ്ടുവന്ന് വയ്ക്കുക. അദ്ദേഹം റോമിൽ എക്സോർസിസം നടത്തിയിരുന്ന സഭ അംഗീകരിച്ച വ്യക്തിയാണ് എന്നതിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേവിധം അംഗീകരിക്കാൻ നമുക്ക് കഴിയുമില്ല. അദ്ദേഹത്തെ സഭ ഒരു ദൗത്യം ഏൽപ്പിച്ചു. ആ ദൗത്യം സഭ ഒരാളുടെ യോഗ്യത കൊണ്ട് ഏൽപ്പിക്കുന്നതല്ല. പരിശുദ്ധാത്മ നിവേശിതമായി ഓരോ രൂപതയിലും ഓരോ പുരോഹിതനെ പിതാക്കന്മാർ നിശ്ചയിക്കും. അങ്ങനെ നിശ്ചയിക്കുന്നത് അവരുടെ ശുശ്രൂഷയാണ്, അപ്പോസ്തലിക ശുശ്രൂഷയാണ്. ആ അപ്പോസ്തലിക ശുശ്രൂഷ നടത്താനായിട്ട് ഒരു പുരോഹിതന് ചുമതലപ്പെടുത്തും. അങ്ങനെ ചുമതലപ്പെടുത്തുന്ന പുരോഹിതൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ പറഞ്ഞ പിതാവിന് ഉത്തരവാദിത്വം ഇല്ല. ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു, ആ ദൗത്യം അദ്ദേഹത്തിലൂടെ നിറവേറ്റുന്നു. അദ്ദേഹം അതിൽ നിന്ന് സ്വരൂപിച്ചെടുക്കുന്ന ആശയങ്ങളും അദ്ദേഹം അതിനെക്കുറിച്ച് കരുതുന്ന ധാരണകളും ഒക്കെ ഒരുപക്ഷെ ഈ പറഞ്ഞ വിശ്വാസത്യങ്ങളുമായി ചേർന്ന് പോകുന്നതാകണമെന്നില്ല. നമുക്ക് ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അനുഭവങ്ങൾ മേൽക്കൈ നേടുമ്പോൾ സംഭവിക്കുന്നത് എന്താ? നമ്മൾ സത്യത്തെക്കാൾ കൂടുതൽ അനുഭവങ്ങളെ ചേർത്ത് പിടിക്കും. അനുഭവങ്ങളാണ് യാഥാർത്ഥ്യമെന്ന് നമ്മൾ കരുതും. അനുഭവങ്ങളൊക്കെ തെന്നിമാറുന്നവയാണ്. അപ്പൊ ഇത്തരം അനുഭവങ്ങളെക്കുറിച്ചുള്ള രേഖകളാണ് അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളുണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ മരിച്ചവരുടെ പാപങ്ങൾ നമ്മെ ഭാരപ്പെടുത്തുമെന്ന് പറയാൻ വേണ്ടി അമോർത്തച്ഛന്റെ പുസ്തകത്തിലെ ഒരു കാര്യം പ്രഘോഷകൻ പറയാം. ഇത് പറയുന്നത് തെറ്റുണ്ടോ എന്നല്ല, നമ്മൾ അങ്ങനെ പുസ്തകങ്ങളിൽ ഇത് പറയാം. പക്ഷേ അമോർത്തച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠമാണ്, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നില്ല. സഭയിൽ വിശുദ്ധന്മാർ നിരവധിയായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പല വിശുദ്ധാത്മാക്കളും തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ രേഖപ്പെടുത്തിയതും പറഞ്ഞതുമായ കാര്യങ്ങളുണ്ട്. അവയൊന്നും സഭയുടെ ഡോക്ട്രൈൻ അല്ല, സഭയുടെ സിദ്ധാന്തങ്ങളല്ല. കത്തോലിക്ക സഭ ദൈവവചനമെന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തിലാണ്. വിശുദ്ധ ഗ്രന്ഥം, ദൈവശാസ്ത്രം, അപ്പോസ്തല പ്രബോധനം, വിശുദ്ധരുടെ ഡോക്ട്രൈൻ, വിശുദ്ധ ജീവിത പാരമ്പര്യങ്ങൾ,
ഇത്രയും ചേർത്തിട്ടാണ് സഭ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ വിശുദ്ധരുടെ ഡോക്ടറൈൻ എന്ന് പറയുന്നത് അത്തരം പ്രബോധനങ്ങൾ നൽകിയെന്ന് സഭയ്ക്ക് ഉറപ്പുള്ളവരെ കേന്ദ്രീകരിച്ചിട്ടാണ്. അതുകൊണ്ട് അവരെ ഡോക്ടർ ഓഫ് ദി ചർച്ച് എന്ന് വിളിക്കും. ഇപ്പോൾ കൊച്ചുറേസ്യ ഡോക്ടർ ഓഫ് ദി ചർച്ചാണ്. കൊച്ചുറേസ്യയുടെ എഴുത്തുകൾ ദൈവവചനവുമായും സത്യവിശ്വാസവുമായി ചേർന്ന് പോകുന്നതാണെന്നും അവ വിശ്വാസ മാർഗത്തിൽ പുരോഗമിക്കാൻ നല്ലതാണെന്നും സഭ അംഗീകരിക്കുന്നതിന്റെ അടയാളമാണ്. അമ്മ ത്രേസ്യ ഡോക്ടർ ഓഫ് ദി ചർച്ചാണ്. വിശുദ്ധ അന്തോനി ഡോക്ടർ ഓഫ് ദി ചർച്ചാണ്. വിശുദ്ധ അഗസ്റ്റിൻ ഡോക്ടർ ഓഫ് ദി ചർച്ചാണ്. ജോൺ ഓഫ് ദി ക്രോസ് ഡോക്ടർ ഓഫ് ദി ചർച്ചാണ്. അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ പര്യാപ്തമായവയാണെന്നും വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുന്നതിൽ അവ വിജയം വരിച്ചുവെന്നും പറയുന്നത് അവരെ സഭയുടെ വേദപാരംഗതൻ എന്ന് അംഗീകരിച്ചുകൊണ്ടാണ്. ഇത്തരം വേദപാരംഗതന്മാർ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്ന സുവിശേഷ വ്യാഖ്യാനങ്ങളും അത് പ്രധാനപ്പെട്ടതാണ്. അത് സഭ അംഗീകരിക്കുന്നതാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്. അതേസമയം പുരോഹിതരായിട്ടോ സന്യസ്തരായിട്ടോ വിശുദ്ധാത്മാക്കളായിട്ടോ ഒക്കെ നമുക്ക് അറിയാവുന്ന ആളുകൾ നിരവധിയായ ഗ്രന്ഥങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങളും ഒക്കെ എഴുതിയവരുണ്ട്. അവയൊന്നും സഭ അങ്ങനെ നമ്മൾ പഠിക്കേണ്ടതും ആധികാരികമാണെന്നും പഠിപ്പിക്കുന്നില്ല. കാരണം ഈ വിശുദ്ധാത്മാവെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം കൊണ്ട് വിശുദ്ധനാകുന്നതല്ല, അദ്ദേഹം പറഞ്ഞൊരു പ്രബോധനം കൊണ്ട് വിശുദ്ധനാകുന്നതല്ല, അദ്ദേഹത്തിന്റെ ജീവിതമാണ് അതിന്റെ അടിസ്ഥാനം. അപ്പോൾ വിശുദ്ധരുടെ ഡോക്ടറൈനും വിശുദ്ധ ജീവിതവും രണ്ടാണെന്ന് കാണണം. വിശുദ്ധരുടെ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധ പാരമ്പര്യത്തിൽപ്പെടുന്നതാണ്. ആ ജീവിത മാതൃക ക്രിസ്തുവിനോട് ചേർന്ന് പോകാൻ ഏറ്റവും ഉപയുക്തമാണ് എന്ന് കണ്ടിട്ടാണ് സഭ അംഗീകരിക്കുന്നത്. എന്നാൽ അവരുടെ പഠനങ്ങളിലും അവരുടെ സംസാരത്തിലും അവർ ചെയ്ത പ്രവൃത്തികളിലെ ആശയങ്ങളിലുമൊക്കെ ഒരുപക്ഷെ വ്യതിചലനങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അത് വിശ്വാസത്യങ്ങളെ വേണ്ടും വിധം വ്യാഖ്യാനിക്കാൻ കഴിവുള്ളതാകണമെന്നില്ല. അപ്പൊ അതൊരു പോരായ്മയായിട്ട് കാണരുത്. ഇപ്പൊ അമോർത്തച്ഛൻ എന്ന് പറയുന്ന പുരോഹിതൻ എക്സോസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം എക്സോസിസം നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ മേന്മയോ കഴിവോ അല്ല. സഭയുടെ മെത്രാൻ, രൂപതയിലെ മെത്രാൻ ഒരു പുരോഹിതനെ ഭൂതോച്ചാടകനായി എക്സോസിസ്റ്റായി നിയമിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു സഹായി എന്ന നിലയ്ക്കാണ്. അത് അദ്ദേഹം ചെയ്യേണ്ട പ്രവൃത്തിയാണ്. എല്ലാം കൂടി അദ്ദേഹം ചെയ്യാനിരുന്നാലോ? ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഉണ്ട്, അതുപോലെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സഭയുടെ നാനാവിധങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും ഓരോ ആളുകളെ ഏൽപ്പിക്കും, ഓരോ പുരോഹിതരെ നിശ്ചിത കാലത്തേക്ക്, ദീർഘകാലത്തേക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ആളാണ് എന്ന് സഭ അംഗീകരിക്കുന്ന ഒരു സിദ്ധനാക്കി മാറ്റുന്ന പ്രവൃത്തിയല്ലത്. സഭയുടെ അധികാരമാണ്. എക്സോസിസം എന്ന് പറഞ്ഞത് സിമ്പിൾ എക്സോസിസം നമുക്ക് മാമുദിസയിൽ നടക്കുന്നുണ്ട്. സോളം എക്സോസിസം ആണ് ഇപ്രകാരം കൂദാശയ്ക്ക് ഉപരിയായിട്ട് നടത്തുന്നത്. ഈ പറഞ്ഞ പ്രവൃത്തി ചെയ്യാനായിട്ട് സഭയിൽ ഒരു പുരോഹിതനെ മാർപ്പാപ്പയോ മെത്രാന്മാരോ നിയമിക്കുമ്പോൾ അവർ പറയുന്നതെല്ലാം ആധികാരികമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ, മാർപ്പാപ്പ പറയുന്ന അപ്പോസ്തലിക പ്രബോധനങ്ങൾ സത്യവിശ്വാസവും സന്മാർഗവും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തെറ്റുപറ്റാത്തതാണെന്നും തെറ്റാപരമുള്ളതാണെന്നും പറയുമ്പോൾ ഇത്തരത്തിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് അതേ ബലമില്ലാതെ പോകുന്നു. കാരണം അത് ഇത്തരത്തിൽ അവരെ ഏൽപ്പിച്ച ദൗത്യം മാത്രമാണ്. ആ ദൗത്യം അവർ നിർവഹിക്കുന്നു. ആ ദൗത്യം നിർവഹിക്കുന്ന അവരുടെ കഴിവിനാലല്ല, സഭയുടെ ആശീർവാദമാണ്. ഒരു പുരോഹിതൻ ആശീർവാദം നൽകുമ്പോൾ അത് സഭയുടെ ആശീർവാദമാണ്. അപ്പൊ സഭയുടെ ആശീർവാദത്തെ അങ്ങനെ തിരിച്ചറിയണം. ഈ അപ്പോസ്തലികാധികാരത്തിന്റെ പങ്കുവെപ്പിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഭൂതോച്ചാരണം. അതുകൊണ്ട് അമോർത്തച്ഛന്റെ പുസ്തകങ്ങൾ ആധികാരിക പാഠങ്ങളായി സ്വീകരിക്കാൻ നമുക്കാകില്ല. അവയിൽ ഒരുപക്ഷെ വിശ്വാസ രഹസ്യങ്ങളുമായി ഇഴചേർന്നു പോകാത്തവയോ അല്ലെങ്കിൽ വൈരുദ്ധ്യമുള്ളവയോ കണ്ടേക്കാം. അതുകൊണ്ട് അവർ മോശക്കാരാകുന്നില്ല. കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ജീവിതാനുഭവങ്ങൾ എഴുതുമ്പോൾ അനുഭവങ്ങൾ ഈ പറഞ്ഞ സത്യവിശ്വാസത്തിന്റെ പൂർണ്ണതയുമായി ഇടറുന്നവയാകാം, ഇടയുന്നവയാകാം. അങ്ങനെ വിശ്വാസ സംബന്ധമായ വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ പാഠമായിട്ട് അത് സ്വീകരിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നൊരു കാര്യം ആദ്യമേ ഓർക്കണം. അമോർത്തച്ഛന്റെ പുസ്തകത്തിലെ ചോദ്യോത്തരങ്ങളിൽ ഒരു ചോദ്യമാണ് ഇവിടെ പ്രഘോഷകൻ ഉന്നയിക്കുന്നത്. ഒരു കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയെയോ അദ്ദേഹത്തിന്റെ സാഹിത്യത്തെയോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയോ പഠിക്കുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രം കണ്ടെത്തുന്നത് വളരെ നീതിരഹിതമായ പ്രവൃത്തിയായി പോകും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാമൂഹ്യ ചുറ്റുപാടിൽ തന്നെ പരിശോധിച്ച് അത് കാണാൻ പറ്റും. 1920 കാലഘട്ടത്തിൽ ജാതി വേണം എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഗാന്ധി. 34 ആകുമ്പോൾ ഗാന്ധി പറയുന്നുണ്ട് ജാതി പോകണം. അതൊരു വളർച്ചയുടെ കാര്യമാണ്.
അപ്പൊ അതുകൊണ്ട് ഒരു അഭിപ്രായത്തെ, ജീവിതാനുഭവത്തെ പരമമായ കേന്ദ്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ ബോധ്യത്തോടെ വേണം ഈ ചോദ്യത്തെ കാണാൻ. അമോർത്തച്ഛനോട് ചോദ്യം ചോദിക്കുന്നവർ പറയാണ്, അവര് ഒരു പുതിയ വീട് വാങ്ങി. അവിടെ താമസിച്ചതോടെ രോഗങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കുന്നു, അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നു, തട്ടലും മുട്ടലും ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. അങ്ങനെ അവർ ഭയവിഹുലരായി. അവർ അയൽവാസികളായ ചിലരുമായി പങ്കുവച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒരാൾ നേരത്തെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ അനുഭവങ്ങൾ. അവരത് കേട്ടൊരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോയി. പ്രാർത്ഥനാ കൂട്ടായ്മക്കാർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത്തരത്തിൽ മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു, ശാന്തമായി. അതിന് അമോർത്തച്ഛൻ പറയുന്ന ഉത്തരവാണ്, നിങ്ങൾ വാങ്ങിയ വീട് വച്ചയാൾ ആത്മഹത്യ ചെയ്തു, അയാൾക്ക് ശുദ്ധീകരണ സ്ഥലത്ത് ആശ്വാസമില്ല. അപ്പൊ അങ്ങനെ ആശ്വാസമില്ലാതെ ശുദ്ധീകരാത്മാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് പല വിധത്തിൽ ഭൂമിയിലുള്ളവരെ പ്രാർത്ഥനയ്ക്കായി സ്വാധീനിക്കാൻ കഴിയും, ആവശ്യപ്പെടാൻ കഴിയും. അത്തരത്തിലുണ്ടായ ഒരു ആവശ്യമാണ് ഈ പ്രവൃത്തികളൊക്കെ അവിടെ അരങ്ങേറ്റിയത്. നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടുണ്ടാക്കിയത് ഒരു പക്ഷേ ആത്മഹത്യ ചെയ്ത ആളായിരിക്കും. അയാളിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് ആശ്വാസമില്ലാതെ കഴിയുന്നു, നിങ്ങൾ ഈ വീട്ടിൽ സുഖമായിട്ട് കഴിയുന്നു. ഈ വീട് അധ്വാനിച്ചുണ്ടാക്കിയവനിപ്പോൾ കഠിനമായ സഹനത്തിലാണ്. ആ സഹനത്തിൽ നിന്ന് അയാൾക്ക് മോചനം കൊടുക്കാൻ നിങ്ങൾക്ക് കടപ്പാടുണ്ടാവും. കുർബാന ചെല്ലിച്ചപ്പോൾ ആ വ്യക്തിക്ക് ആശ്വാസം കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആശ്വാസം ഉണ്ടായി. ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആശ്വാസം ഉണ്ടാവും. അതാണ് ഈ ഉത്തരത്തിന്റെ സംക്ഷിപ്ത രൂപം. ഇനിയാണ് നമ്മൾ ചില കാര്യങ്ങൾ വേറെ തരത്തിൽ ചിന്തിക്കേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചുപോയാൽ, ഈ പറഞ്ഞ ഉത്തരത്തിലും ഈ പറഞ്ഞ പ്രഘോഷണത്തിലുള്ള പിഴവിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ ദൈവസന്നിധിയിലേക്ക് പോയി, അയാൾ ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ അയാളുടെ സഹനങ്ങൾ നിങ്ങളിലേക്ക് വരും. ആ സഹനങ്ങൾ നിങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് ആശ്വാസം കിട്ടും, നിങ്ങളുടെ കുടുംബത്തിലെ ദുരിതങ്ങൾ നീങ്ങിപ്പോകും. ഇങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇവിടെ സംഭവിക്കുന്നത് പ്രേതം വരുന്നു എന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഭൂതപ്രേത പിശാചുക്കളുടെ ശല്യം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഭവം അരങ്ങേറാണ്. അതായത് അയാളുടെ മരിച്ചയാൾ ആത്മഹത്യ ചെയ്ത ആളാണെന്നിരിക്കട്ടെ, അയാളുടെ ബന്ധുക്കളുടെ അടുത്തേക്കല്ല പോകുന്നത്. അവിടെയാണല്ലോ നമുക്ക് പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. അവരോടല്ല പറയുന്നത്. ഈ വീട് വാങ്ങിയവർ, ആ വീട് വാങ്ങിയവർ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരായിട്ട് മാറുന്നു. ഇപ്പൊ എങ്ങനെയായി? ഇപ്പൊ പൂർവികരുടെ പാപമാണ് നിങ്ങളെ ഞെരുക്കുന്നതെന്ന് പറഞ്ഞത് ആരുടെ പാപവും നിങ്ങളെ ഞെരുക്കുന്നതായിട്ട് വരുന്നു. ഈ ഭൂമിയിൽ ആശ്വാസം കിട്ടാതെ മരിച്ചവരും ദൈവസന്നിധിയിൽ ആശ്വാസമില്ലാത്തവരും ഒക്കെ നിങ്ങളെ ഞെരുക്കുന്നവരാണെന്ന് വരുന്നു. അപ്പൊ ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ കോൺട്രഡിക്ഷൻ. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരാൾ ദൈവസന്നിധിയിൽ എത്തി ശുദ്ധീകരണ അവസ്ഥയിലാണെങ്കിൽ അയാളുടെ സഹനങ്ങൾ നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾക്ക് കാരണമായി മാറും. തത്വത്തിൽ അത് അംഗീകരിക്കാമെന്ന് വെച്ചാൽ തന്നെ ഇവിടെ സംഭവിക്കുന്നത്, അമോർത്തച്ഛൻ പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാവണമെന്നില്ല. നിങ്ങൾ വാങ്ങിയ വീട്ടിൽ ആ വീടുമായി ബന്ധപ്പെട്ട ആശ്വാസമില്ലാതെ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇന്നത്തെ സഹനാവസ്ഥ, ശുദ്ധീകരണ സ്ഥലത്തുള്ള സഹനാവസ്ഥയ്ക്ക് നിങ്ങൾ കടപ്പാടുള്ളവരായിട്ട് മാറും. അങ്ങനെ നോക്കിയാൽ ഈ ഭൂമി കാലുകുത്താൻ പറ്റുമോ? നിങ്ങൾ ജോലി എടുക്കുന്നിടങ്ങളിൽ, നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ആശ്വാസം കിട്ടാത്തവരൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിരുന്ന് നിങ്ങളെ ഞെരുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഞെരുക്കമൊഴിഞ്ഞ് നേരം ഉണ്ടാവുമോ? നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സമയം കിട്ടുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് യുക്തിവിഹീനവും വിശ്വാസവിരുദ്ധവുമായ ഇത്തരം അബദ്ധങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുക വഴി യഥാർത്ഥത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താ? നമ്മളിത് ചോദിക്കുമ്പോൾ നമ്മളുടെ പോസ്റ്റിന് കീഴെ വന്ന് നമ്മളെ ആക്ഷേപിച്ച് കമന്റ് ഇടുന്നതിൽ യാതൊരു അർത്ഥമില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പൂർവികർ ദൈവസന്നിധിയിൽ സഹനാവസ്ഥയിലാണെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിന് ഞെരുക്കമുണ്ടാക്കുമെന്ന് പറഞ്ഞ നിങ്ങൾ തന്നെ നിങ്ങൾ വാങ്ങിയ വീടോ ജോലി ചെയ്യുന്ന സ്ഥലമോ എവിടെയൊക്കെയാണെങ്കിലും അവിടെ ആശ്വാസം കിട്ടാതെ ദൈവസന്നിധിയിലുള്ളവരും നിങ്ങളെ ഞെരുക്കാനിടയാവും. നിങ്ങളിപ്പോ ഈ പൂർവികരായ മരിച്ച ആളുകളുടെ അവരനുഭവിക്കുന്ന ദുരിതങ്ങളുടെ മുഴുവൻ ഭാരവും പേറുന്നവരായിട്ട് മാറുന്നു. നിങ്ങൾ വ്യക്തിപരമാണ് പാപത്തിന്റെ ഉത്തരവാദിത്വം എന്നിരിക്കെ, ആ പാപത്തിന് പോലും ശിക്ഷ മരണശേഷമാണെന്നിരിക്കെ, ഭൂമിയിൽ അത്തരത്തിൽ ഞെരുക്കമല്ല വരുന്നതെന്നിരിക്കെ, യഥാർത്ഥത്തിൽ ഈ സഹനങ്ങളൊക്കെ ദൈവത്തോട് ചേരാനും ദൈവമഹത്വം വെളിപ്പെടുത്താനുമുള്ള അവസരങ്ങളാണെന്നിരിക്കെ അതിന് നേർ വിപരീതമായ ആശയങ്ങൾ പഠിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്താ പറയാൻ കഴിയുക? മുൻപ് ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന നമ്മുടെ പൂർവികർ, അവരുടെ ഞെരുക്കങ്ങൾ ബന്ധുക്കളുടെ, അവരുമായി ബന്ധപ്പെട്ടവരുടെ ജീവിത സഹനങ്ങൾക്ക് കാരണമാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോ അങ്ങനെയല്ലാത്ത ആത്മാക്കൾ,
പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നവരും നിങ്ങളുടെ കുടുംബ പ്രശ്നം ഉണ്ടാക്കുന്നവരും വീട്ടിൽ പാത്രമൊക്കെ തട്ടിയും മുട്ടിയും വീഴ്ത്തുന്നവരും ഒക്കെ ആയി മാറുമെന്ന് പറഞ്ഞാൽ ഇവിടെ യഥാർത്ഥത്തിൽ എന്ത് അന്ധവിശ്വാസമാണ് പ്രചരിക്കുന്നത്? നമ്മളൊരു പുതിയ വീട്ടിൽ ചെന്ന് താമസിക്കുമ്പോൾ പരിചിതമല്ലാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് ഭയം ഉണ്ടാക്കും. നമുക്ക് ഭയമില്ലാത്തത് നമ്മുടെ പരിചിതമായ സ്ഥലത്താണ്. അതാണ് വീടൊരു ആശ്വാസ കേന്ദ്രമായിട്ട് മാറുന്നത്. പരിചിതമായ സ്ഥലങ്ങളിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകില്ല. പരിചിതമില്ലാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ചുറ്റും എപ്പോഴും ഒരു അസ്വസ്ഥതയായിരിക്കും. നിങ്ങളൊരു ധ്യാനത്തിന് പോകുമ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൽ നിങ്ങൾക്കൊരു ബെഡ് കിട്ടിയാൽ നിങ്ങൾ പല പ്രാവശ്യമായി ബെഡിൽ പോയിരിക്കും, പിന്നൊക്കെ ചുറ്റി നടക്കും, വീണ്ടും വന്ന ബെഡിലിരിക്കും. ഈ ബെഡ് എൻ്റെ ആണെന്ന് ഉറപ്പിക്കാനാണ്. ആവാസം ചെയ്യുന്ന സ്ഥലത്തോട് നമുക്കൊരു ബന്ധമുണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഭയം മാറുക. അപരിചിതമായ സ്ഥലങ്ങളിൽ ഭയം ഉണ്ടാകും. ഒരു പുതിയ വീട് വാങ്ങുമ്പോഴോ ഒരു പുതിയ പ്രവൃത്തി ചെയ്യുമ്പോഴോ നമ്മുടെ കത്തിൽ സങ്കോചം ഉണ്ടാകും. ശരിയാണോ തെറ്റാണോ, നന്മ വരുമോ തിന്മ വരുമോ, അപകടമുണ്ടോ കുഴപ്പം വരുമോ എന്ന ചിന്ത ഉണ്ടാവും. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. ആ പ്രകൃതം ആ കുടുംബത്തിന് അസ്വസ്ഥത ഉണ്ടാക്കി. അപ്പൊ അവർക്ക് വരുന്ന ദുരിതങ്ങളൊക്കെ എന്തോ ശക്തിയുടെ ഭാഗമായിട്ട് അവർക്ക് തോന്നി. അങ്ങനെ തോന്നി അവർ അസ്വസ്ഥരായിരിക്കുമ്പോൾ മറ്റുള്ളവർ പറയുകയാണ് ഇത് വേറെ കുഴപ്പമൊന്നുമല്ല, ഇവിടെ മരിച്ചുപോയ ഒരാളുണ്ട്, അയാളുടെ പ്രവൃത്തിയാണ്. ആ ആത്മാവിന് ആശ്വാസം കിട്ടാഞ്ഞിട്ടാണ്. ഈ ആശ്വാസം കിട്ടാത്ത ആത്മാവ് എന്ന് പറയുന്ന പ്രവൃത്തി എവിടെയുള്ളതാ? അത് പ്രാചീന മതങ്ങളിൽ ക്രിസ്തുവിന് മുൻപുള്ള മതസ്വരൂപങ്ങൾക്കകത്തുള്ളതാ. ക്രിസ്തു മതമല്ല, യേശുക്രിസ്തു ഒരു മതമല്ല, യേശുക്രിസ്തു സഭയാണ്. യേശുക്രിസ്തുവാകുന്ന സഭയിൽ അംഗങ്ങളാകുന്ന നമ്മൾ അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. മാമുദീസ വഴി മുദ്രിതരാണ്. ഈ മാമുദീസയുടെ മുദ്രയെക്കുറിച്ച് ഓർമ്മയില്ലായ്മയും എന്റെ അകത്ത് ക്രിസ്തു വസിക്കുന്നെന്ന പരമാർത്ഥം തിരിച്ചറിയുകയും ഞാൻ ഈ സഭാഗാത്രമായ ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമാണെന്ന് ബോധ്യമില്ലാതെ വരികയും ചെയ്യുമ്പോൾ ഈ ഭയങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെടും. അങ്ങനെ കീഴ്പ്പെടുന്നതാണ്. അത് ഗ്രൂപ്പായിട്ട് അനുഭവപ്പെടും, ഒരാൾക്കല്ല, എല്ലാവർക്കും അനുഭവപ്പെടാം. ബോധോച്ചാരണത്തെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളത് പറഞ്ഞാൽ മുഴുവനായിട്ട് പറയാൻ കഴിയില്ല. ഒരു വീട്ടിൽ അങ്ങനെ ശബ്ദം കേൾക്കുന്നു, ശബ്ദം എല്ലാവരും കേൾക്കുന്നു. ഒരാൾ കേൾക്കുകയാണെങ്കിൽ അയാളുടെ തോന്നലാന്ന് പറയാം, എല്ലാവരും കേൾക്കുന്നു. അവിടെ ഗ്രൂപ്പ് കോൺഷ്യൻസ് രൂപപ്പെടും, സമൂഹമായിട്ട് മനസാക്ഷി മാറും. ഒരാൾ കേൾക്കുന്ന ഒരാളുടെ അവബോധം എല്ലാവരുമായി ചേർന്നതായി മാറും. അങ്ങനെ ഗ്രൂപ്പ് കോൺഷ്യൻസ് ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും ഈ കേൾക്കുന്ന ശബ്ദം എല്ലാവരും കേൾക്കും. അപ്പൊ എന്താണ് കാരണമെന്നറിയാതെ അതിന് യഥാർത്ഥമായ ഉത്തരം പറയാനാകാതെ ഇത്തരത്തിൽ സംഭവിക്കുന്ന തോന്നലുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭയങ്ങളെ പ്രജ്വലിപ്പിക്കുന്ന രീതിയിൽ അവയൊക്കെ നിങ്ങളെ കീഴ്പ്പെടുത്താൻ ഇടയാകുന്ന രീതിയിൽ ഒരു അബദ്ധവിശ്വാസം പഠിപ്പിക്കുന്നതാണ് ഈ പ്രഘോഷണത്തിനെതിരെ സംസാരിക്കാൻ കാരണം. നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ സമാധാനം ഉണ്ടാകുന്നുവെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടി വരില്ല. നിങ്ങൾ സമാധാനം അന്വേഷിക്കുന്ന ക്രിസ്തുമാർഗത്തിനകത്ത് അസമാധാനത്തിന്റെ വിഷലിപ്തമായ അണുക്കൾ കടന്നുകൂടുന്നുവെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാനും അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങാനും നിങ്ങൾക്ക് ഇടയാകുന്നുവെങ്കിൽ അത് നീക്കിക്കളയണമെന്ന ആഗ്രഹത്താൽ സംസാരിക്കുന്നതാണ്. ഇനി പാതിരപ്പിയുടെ ജീവിതത്തിലെ ഒരു സംഭവത്തെക്കുറിച്ച് പ്രഘോഷണം പറയുന്നുണ്ട്. 2ാം ലോക യുദ്ധകാലത്ത് സംഭവിച്ചൊരു കാര്യം. അത് ഞാൻ ഇന്നലെ ഏകദേശമൊക്കെ പറഞ്ഞതാണ്. പിയോയുടെ അനുഭവങ്ങൾ. പിയോയ്ക്ക് നിരവധി മൗതികാനുഭവങ്ങൾ ഉണ്ടായ ആളാണ്. ഭൗതികാനുഭവങ്ങളല്ല, മൗതികങ്ങൾ, അതായത് ദർശനപരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളാണ്. അതൊരു മിസ്റ്റിക് ആയിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായൊരു അനുഭവമാണ് 2ാം ലോക യുദ്ധത്തിന്റെ കാലത്ത് ആശ്രമത്തിലുള്ള ആളുകളൊക്കെ യുദ്ധത്തിന് കൊണ്ടുപോയി. അങ്ങനെ നിർബന്ധിത സൈനിക സേവനം ഉണ്ടായിരുന്ന സമയമാണ്. അതുകൊണ്ട് ആശ്രമത്തിൽ ഒഴിവിടങ്ങൾ ഉണ്ടായി, ആൾക്കാർ കുറഞ്ഞു. അങ്ങനെ സന്യാസിമാരൊക്കെ കുറവായിരിക്കുന്ന സമയത്ത് ഒരച്ഛനും അദ്ദേഹത്തിന്റെ സഹോദരിയായ കന്യാസ്ത്രീയും കൂടി അവിടെ താമസിക്കാനായിട്ട് വന്നു. അത് ഈ പറഞ്ഞ പാദ്രെ പിയോ അച്ഛനെ കാണാൻ വന്നതാണ്. പൗളിനോസ് എന്ന് പറയുന്ന ഒരു സഹോദരി, അദ്ദേഹത്തിന്റെ സഹോദരനായ ഒരു പുരോഹിതനും അവർ വന്നു. അപ്പൊ അവർക്ക് താമസിക്കാൻ സ്ഥലം ഒരുക്കണം. അങ്ങനെ താമസിക്കാൻ സ്ഥലം ഒരുക്കാനായിട്ട് പിയോ ഒരു മുറി പോകുന്നു. ആ മുറി ചെല്ലുമ്പോൾ അവിടെ ഒരാൾ വന്നേക്കും, വൃദ്ധനായ ഒരാൾ. ആ വൃദ്ധനായ ഒരാൾ ആരാണെന്നാണ് പിയോ പറയുന്നത്? പണ്ട് അവിടെ ഈ ആശ്രമം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു വൃദ്ധമന്ദിരമായിരുന്നു. ആ വൃദ്ധമന്ദിരത്തിനകത്ത് ഈ പറഞ്ഞ വൃദ്ധൻ, ആ മുറി താമസിച്ചിരുന്ന വൃദ്ധൻ പുകവലിക്കുമായിരുന്നു. അങ്ങനെ പുകവലിച്ച് അത് ബെറ്റിൽ വീണ് കത്തി അയാൾ മരിച്ചുപോയി. ആ മരിച്ച ആളുടെ ആത്മാവാണ്. പിയോയ്ക്ക് ഒരു ദർശനമോ ഒരു മൗതികാനുഭവം ഉണ്ടായി എന്ന് പറയുന്നതിന് നമ്മൾ എതിരല്ല. പക്ഷേ അവിടെ ആത്മാവ് വന്നു എന്ന് പറയുന്നതും ആ ആത്മാവ് അവിടെ വന്നത് പ്രാർത്ഥനാ സഹായം ചോദിക്കാനാണെന്നും പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യം വീണ്ടും വരും. ആ വൃദ്ധൻ യഥാർത്ഥത്തിൽ പോകേണ്ടത് എവിടെയാ? അദ്ദേഹത്തിന് അനന്തര തലമുറ എടുത്തില്ല. അങ്ങനെയല്ലേ പൂർവികരുടെ പാപം നമുക്ക് വരുന്നു എന്ന് പറയുന്നതിന് പരിഹാരമാവുള്ളൂ. ആ അനന്തര തലമുറയുടെ അടുത്ത് പോകാതെ ആ മുറി വരുന്നു.
അപ്പൊ സ്ഥലബന്ധിയാണോ ആത്മാവ്? ആത്മാവിന് സ്ഥലമാണോ തിരിച്ചറിയാവുന്നത്, അല്ലെങ്കിൽ തന്റെ ബന്ധുക്കളെയാണോ? ഈ ആത്മാവ് വരുന്നു. പാദ്രി പിയോ എന്ന് പറയുന്നത് മിസ്റ്റിക് ആണെന്ന് യാതൊരു തർക്കവും. പക്ഷെ അദ്ദേഹത്തിന്റെ മിസ്റ്റിക് അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഏത് നിലയ്ക്കാണ് നാം വ്യാഖ്യാനിക്കേണ്ടതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പിയോക്ക് ഇത് വേറൊരു തരത്തിൽ സംസാരിക്കാം. പിയോക്ക് അതിഭൗതികത ഉണ്ടായിരുന്ന ആളാണ്. അതിഭൗതികത എന്ന് വെച്ചാൽ സ്വന്തം മനസ്സിൽ നിന്ന് ഉയർന്ന നിലയുള്ള ആളാണ്. അപ്പൊ സ്വന്തം മനസ്സിൽ നിന്ന് ഉയർന്ന നിലയുള്ള ഒരാൾക്ക് സ്മരണയുമായി ബന്ധപ്പെടാൻ കഴിയും. സ്മരണ എന്നൊരു തലം ഉണ്ട്. അങ്ങനെ സ്മരണ എന്നൊരു തലത്തിൽ ഇടപെടാൻ കഴിയും. അതുകൊണ്ട് പിയോക്ക് അത്തരം കാഴ്ചകൾ കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മൾ പലപ്പോഴും സ്മരണ എന്ന തലം ഉള്ളതായിട്ട് തിരിച്ചറിയുന്നില്ല. ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോകുന്നു, മനുഷ്യന്റെ ആർജിത മനസ്സ് സ്മരണയിൽ തങ്ങും. അതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒരു മുൻ അനുഭവം ഉള്ളതായിട്ടൊക്കെ തോന്നാം, ഈ സ്മരണയുമായി ബന്ധപ്പെടുമ്പോഴാണ്. അങ്ങനെ സ്മരണ എന്ന തലത്തിൽ അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായി. ഇത് സ്മരണ എന്ന തലത്തിലാണ്. അല്ലാതെ ഒരു ആത്മാവ് വന്ന് ആ സ്ഥലത്തിന്റെ ഉടമാവകാശി ആയിരുന്നയാളാണ്, അതുകൊണ്ട് അവിടെ കിടന്ന് മരിച്ചതാണ്, എനിക്ക് മോക്ഷം കിട്ടിയിട്ടില്ല, എനിക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി ആ മുറി താമസിക്കുന്നവരോട് പറയുന്നത് വാസ്തവത്തിൽ സംഭവ്യമായ കാര്യമല്ല. അപ്പൊ പിയോ ആ ഒരു അനുഭവം ഉണ്ടായപ്പോ ഈ അനുഭവം ആ പുരോഹിതനുമായി പങ്കുവച്ചു. അവരന്വേഷിച്ചപ്പോൾ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് സൈക്കോളജിക്കലായ അല്ലെങ്കിൽ ഈ സ്മരണയുടെ തലവുമായി മനസ്സ് ബന്ധപ്പെടുന്ന, മനസ്സിന്റെ തലത്തിൽ നിന്ന് ഉയർന്നവർക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. മനസ്സിന്റെ സ്വാഭാവിക പ്രകൃതി തിരശ്ചീനമായ ഒഴുക്കാണ്. ലംബതലത്തിൽ മനസ്സ് ഉയരുമ്പോൾ ആ തിരശ്ചീനമായ ഒഴുക്ക് സ്മരണയുടെ തലത്തെ സ്പർശിക്കാം. അങ്ങനെ പൂർവികരെ കണ്ടുവെന്നൊക്കെ ആളുകൾ പറയുന്നത് ഒരു പരിധിവരെ ഭയമുണ്ടാകുമ്പോഴും ഇതേ അവസ്ഥ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാകുമ്പോഴും ഈ ആളെ കണ്ടുവെന്നൊക്കെ തോന്നാം. കാരണം സ്മരണയുടെ തലത്തിൽ ഇവരെല്ലാം ഉണ്ട്, ഓർമ്മകളായിട്ടുണ്ട്. പോർബന്തറിൽ പോയാൽ മഹാത്മാഗാന്ധിയെ ഓർക്കും, അരുൾവായ്മൊഴിയിൽ പോയാൽ നാഗർകോവിൽ അരുൾവായ്മൊഴിയിൽ പോയാൽ ദൈവസഹായം പിള്ളയെ ഓർക്കും. ഒരു സാന്നിധ്യമുള്ളതായി നമുക്ക് തോന്നും. ആ തോന്നുന്നത് ഉള്ള കാര്യമല്ല, അവിടെ ഒരാൾ വന്നു നിന്നിട്ടല്ല. ഓർമ്മകൾ, സ്മരണകൾ. അതുകൊണ്ടാണ് നമ്മൾ സ്മരണകളിലേക്ക് പോകും. സ്മരണകളിൽ മുഴുകുമ്പോൾ നമ്മൾ ഭൗതിക അനുഭവത്തിൽ നിന്ന് മാറി മൗതികമായ അനുഭവത്തിലേക്ക് പോകും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ആ മുറിയിൽ വന്ന ഈ വൃദ്ധൻ എന്ന് പറയുന്ന പണ്ട് മരിച്ചുപോയ ആളുടെ ശുദ്ധീകരാത്മാവ് അവിടെ വന്നു എന്ന് പറയുന്ന അനുഭവം യഥാർത്ഥത്തിൽ ആ മുറിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ അനന്തര തലമുറയുടെ അടുത്തല്ലേ ഈ ഇളവിന് വേണ്ടി അവരല്ലേ പ്രാർത്ഥിക്കേണ്ടത്? ആ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കണം, ആ മുറി വരുന്നവരാണോ? അപ്പൊ അങ്ങനെ വരുമ്പോ യഥാർത്ഥത്തിൽ പൂർവികരുടെ പാപങ്ങൾ നമ്മൾ ഞെരുക്കുന്നു എന്നുള്ളത് മാറിയിട്ട് ആരുടെ പാപവും നമ്മെ ഞെരുക്കാം എന്ന നിലയിലേക്ക് വരും. ഇത്തരം അബദ്ധ പ്രബോധനങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ അന്ധവിശ്വാസങ്ങളിൽ കൊടുങ്ങാം. ഈ സ്ഥലത്ത് ഒരു ദുരാത്മാവുണ്ടെന്നും ഇങ്ങനെ സഹനത്തിന്റെ ആത്മാവാണെന്നും ആ സഹനത്തിന്റെ ആത്മാവാണ് ജീവിത ദുരിതങ്ങൾക്ക് കാരണമെന്നും വരും. അപ്പോ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി ഭയത്തിനടിമകളായിട്ട് നമ്മൾ മാറാൻ തുടങ്ങും, അന്ധവിശ്വാസത്തിൽ കുരുങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് പിയോയ്ക്കുണ്ടായ മൗതികമായ അനുഭവത്തെ മൗതികമായ ഒരു അനുഭവമായി മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. കാരണം അതിനെ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും നമുക്ക് സാധ്യമല്ല. സാധ്യമല്ലാത്തതിന് കാരണം എന്താണ്? അത് സത്യവിശ്വാസ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. സത്യവിശ്വാസ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ആത്മാവ് ഭൂമിയിൽ വരികയില്ലെന്നും വരാൻ സാധ്യമല്ലെന്നും സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ടായത് ഒരു ദർശനമാണ്, അത് യാഥാർത്ഥ്യമല്ല. ദർശനങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കാണാം, മാലാഖമാരെ കാണാം, അത് യേശുക്രിസ്തു നിങ്ങളുടെ അടുത്ത് വന്നതാണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അതൊരു മൗതികാനുഭവമാണ്, ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതി നിങ്ങൾക്ക് നൽകുന്നതിലൂടെ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവ് അപ്രകാരം പ്രവർത്തിക്കുന്നത് പോലെ അശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് പൈശാചിക ബാധകൾ ഉണ്ടാകുന്ന ആളുകൾ പറയാം. അപ്പോൾ ഭയം നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ ഇത്തരം തെറ്റായ അനുഭവങ്ങളിലേക്ക് നമ്മൾ പോകും. ഇവിടെ വിത്തുപാകുന്ന എന്തിനാ? നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം ജീവിതത്തിൽ തന്നൊരു സാഹചര്യമല്ല. ഇതിന്റെ പ്രശ്നം എവിടെ കിടക്കുന്നത്? പ്രശ്നം കിടക്കുന്നത് അവിടെ നിന്ന് മരിച്ചുപോയ ആളുണ്ടാകാം, നിങ്ങൾ താമസിക്കുന്ന മുറിയിൽ പണ്ട് മരിച്ച ഒരാളുണ്ടാകാം, വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ഒരാളുണ്ടായിട്ടുണ്ടാകാം.
നാലാം തലമുറയിലുള്ള ആൾ മരിച്ച അവരുണ്ടാകുന്ന കാര്യങ്ങൾ പിന്നീട് പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് പിന്നെ പറയാം. നാലാം തലമുറയ്ക്ക് അപ്പുറത്തുള്ള ഒരാൾ ചെയ്ത പ്രവൃത്തിക്ക് തലമുറകൾ മാറി മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പാരമ്പര്യവാദം, അല്ലെങ്കിൽ തലമുറ പാപത്തിന്റെയും ശാപത്തിന്റെയും ഭാരം നമുക്ക് ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പ്രഘോഷണമായിട്ട് കാണാം. ഇത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ്? ക്രിസ്തുവിൽ വിമോചിതരായി എന്ന പരമാർത്ഥവും യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തു എന്ന അനുഭവവും, മാമോദീസ വഴി നമ്മൾ മുദ്രിതരാണെന്നും നമ്മുടെ അകത്ത് ക്രിസ്തു വസിക്കുന്നു എന്ന അനുഭവം നഷ്ടപ്പെടുന്ന രീതിയിൽ ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് ആളുകളെ പിടിച്ചുകൊണ്ടുപോകുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് അതിനെതിരെ സംസാരിക്കുന്നത്. ഇനി വേറൊരു കാര്യമുള്ളത്, ഇത് എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? പാദ്രി പിയോ പറഞ്ഞ ഈ കാര്യം എവിടെ വായിക്കുന്നത്? ഇത് പാദ്രി പിയോ നേരിട്ട് എഴുതി വെച്ചതല്ല, ഇത് ജീവചരിത്രകാരന്മാർ പറയുന്ന കാര്യമാണ്. ജീവചരിത്രകാരന്മാർ എഴുതുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായും ആത്മാംശമില്ല. അത് കേട്ടുകേൾവിയിലൂടെയും പരിചിതരായ ആളുകളിലൂടെയും അവർ പറഞ്ഞ കാര്യങ്ങളിലൂടെയാണ്. അവർ പറഞ്ഞ കാര്യങ്ങളുടെ ആധികാരികത എന്താണ്? ജീവചരിത്രങ്ങൾ എഴുതുന്നതും അതല്ലാതെ ഒരു വ്യക്തി സ്വന്തമായിട്ട് എഴുതുന്ന വ്യത്യാസം എന്താ? അത് വ്യക്തിനിഷ്ഠമായ സമ്പൂർണത ഉൾക്കൊള്ളുന്നതല്ല. അമോർത്തച്ഛൻ എഴുതിയ പുസ്തകം എന്ന് വെച്ചാൽ നമുക്ക് പറയാം അത് അമോർത്തച്ഛൻ എഴുതിയതാണ്, നമുക്ക് നേരിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാം, അല്ലെങ്കിൽ നമുക്ക് പറയാം അത് ഇന്ന ആൾ എഴുതി ഇന്ന അഭിപ്രായം. ഒരു ജീവചരിത്രകാരനോ? മലബാർ കർഷക സമരത്തെക്കുറിച്ച് കാർഷിക കലാപൊന്നുണ്ട്, മാപ്പിള ലഹള, പലതരത്തിൽ പറയുന്നുണ്ട് പല ചരിത്രകാരന്മാർ അവരുടെ വീക്ഷണകോണുകളിൽ. അത് ഒരു ജന്മി കുടിയാൻ സമരമാണെന്ന് പറയുന്നവരുണ്ട്, അത് മതലഹളയാണെന്ന് പറയുന്നവരുണ്ട്, പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഈ പല വ്യാഖ്യാനങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? അത് ആ സംഭവത്തിൽ ഉൾക്കൊണ്ടൊരാൾ എഴുതുന്ന കാര്യമല്ല, അതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി ആളുകൾ പറഞ്ഞു കേട്ട കാര്യങ്ങൾ കൂടി എഴുതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു തെറ്റായ പ്രബോധനത്തെ, അല്ലെങ്കിൽ പൂർവികരുടെ പാപങ്ങൾ നമ്മുടെ ജീവിത ദുരിതങ്ങൾക്ക് കാരണമാകും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു അബദ്ധ പ്രബോധനത്തെ സാധൂകരിക്കാൻ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പാദ്രി പിയോ വായിക്കുമ്പോൾ നിങ്ങൾ പാദ്രി പിയോ എന്ന് കണ്ടെടുക്കേണ്ടത് പാദ്രി പിയോയുടെ മിസ്റ്റിക്കലായ അനുഭവങ്ങളെയല്ല. പാദ്രി പിയോ എത്തരത്തിൽ ജീവിച്ചു, എങ്ങനെയാണ് സഭയോട് വിശ്വസ്തത പുലർത്തിയത്, ആത്മാക്കളോട് എന്ത് സ്നേഹമുണ്ടായിരുന്നു, എങ്ങനെയാണ് പ്രാർത്ഥനയിൽ ജീവിച്ചത്, ജീവിതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ എത്തരത്തിലൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. വിശുദ്ധാത്മാക്കളെ നമ്മൾ കാണേണ്ടത് അവരുടെ വിശുദ്ധ ജീവിതത്തിൽ നിന്നാണ്, അവർ പറഞ്ഞ വാക്കുകളിൽ നിന്നല്ല. വേദപാരംഗതന്മാരെ മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാതാക്കൾ എന്ന നിലയ്ക്കും സ്വീകരിക്കാവുന്ന പ്രബോധനങ്ങൾ എന്ന നിലയ്ക്കും നമുക്ക് അംഗീകരിക്കാവുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം. പൂർവികർ ചെയ്ത പാപങ്ങളുടെ ദുസ്വാധീനം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും, നിങ്ങളുടെ മേലുണ്ടാകും. പൂർവികരുടെ ഇവിടെ പൂർവികർ മാറിയിട്ട് പുറത്തുനിന്നുള്ള ആളുകൾ വന്നു എന്നുള്ള കാര്യം ഓർക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവരുടെ പൂർവികരല്ല, അവരുമായി ബന്ധമുള്ളവരല്ല, വസ്തുബന്ധമുള്ളവരാണ്. അങ്ങനെ വന്നു എന്നുള്ള ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. വീണ്ടും തുടർന്ന് പറയാണ്, പൂർവികരുടെ പാപങ്ങളുടെ സ്വാധീനം, ദുസ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പൂർവികർ ചെയ്ത പാപങ്ങൾ അവരുടെ സ്വത്തിലും വസ്തുവകളിലും പതിഞ്ഞു കിടക്കും. എന്തൊരു അബദ്ധം നോക്കിയേ! പൂർവികർ ചെയ്ത പാപങ്ങൾ അവരുടെ സ്വത്തിലും വസ്തുവിലും ഒക്കെ പതിഞ്ഞു കിടക്കും എന്ന് പറയുന്നത് യഥാർത്ഥ തെറ്റല്ലേ? കത്തോലിക്ക സഭയുടെ പ്രബോധനം 405, 404, 405 ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. കേൾക്കുമ്പോൾ പെട്ടെന്ന് വിശ്വസിച്ചു പോകും. പക്ഷെ അവിടെ കൃത്യമായി പറയുന്ന ആദിപാപത്തെക്കുറിച്ചാണ്, ഉത്ഭവപാപത്തെക്കുറിച്ചാണ്. ഉത്ഭവപാപം പ്രവൃത്തി പാപമല്ലെന്നും അതൊരു പാപത്തിന്റെ സ്വാധീനമാണെന്നും പാപാസക്തിയാണ് അതിന്റെ പിന്നിലുള്ളതെന്നും അത് ക്രിസ്തുവിൽ നാം വിമോചിതരായിട്ടുണ്ടെന്നുമാണ് സഭ പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് വിമോചനം പ്രാപിച്ചു എന്ന് പറയുന്ന സഭയുടെ പ്രബോധനം എടുത്തിട്ട് പൂർവികരുടെ പാപങ്ങൾ നിങ്ങളിലേക്ക് ദുസ്വാധീനം ചെലുത്തുമെന്ന് പറയാം. പൂർവികരുടെ പ്രവർത്തികൾ നമ്മിലേക്ക് വരില്ല. അതിക്രമങ്ങൾ എങ്ങനെയാണ് വരിക? കോൺസിക്വൻസ് ആയിട്ടാണ്. അതിക്രമങ്ങൾ എങ്ങനെയാണ് കോൺസിക്വൻസ് ആകുന്നത്? ഒരാൾ ഒരാളെ കൊല്ലുമ്പോൾ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കും. കൊന്നയാളുടെ കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്, അയാൾ ശിക്ഷിക്കപ്പെടുന്നു, അയാൾക്കൊരു പേര് കിട്ടുന്നു, കൊലപാതകയുടെ മക്കൾ എന്ന പേര് കിട്ടുന്നു, അവരുടെ മനസ്സ് തകരുന്നു, അവർ അങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെടാനിടയുണ്ട്. മാതാപിതാക്കൾ ധൂർത്തരാണെങ്കിൽ മക്കൾക്ക് സ്വത്തുവകൾ ഉണ്ടാകില്ല. അത് പാപമല്ല അവിടെ പ്രശ്നമാകുന്നത്, അവരുടെ അതിക്രമമാണ്. അതിക്രമങ്ങൾ അവരന് വേദന ഉണ്ടാക്കും. അതൊരു ദുസ്വാധീനമായിട്ടല്ല.
ഒരു പിതാവ് മോഷ്ടാവാണെങ്കിൽ നിശ്ചയമായും ആ മക്കൾ അതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടും. അതിന് പേര് ദോഷമായിട്ട് നിൽക്കും, അതവരുടെ ജീവിതത്തെ തുലയ്ക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. അത് പ്രവൃത്തികളുടെ കോൺസിക്വൻസ് ആണ്. പാപവുമായിട്ട് അവിടെ ബന്ധമില്ല. പാപം എന്ന് പറയുന്നതും അതിക്രമം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതിക്രമങ്ങളും പാപങ്ങളും ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളും നമുക്ക് കാണാം. അതിക്രമങ്ങൾ എന്ന് വെച്ചാൽ മാനുഷികമായി ചെയ്യുന്ന പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന പിഴവുകളാണ്. ക്രിസ്തു ബന്ധത്തിലുണ്ടാകുന്ന വീഴ്ചയാണ് പാപം. ദൈവബന്ധത്തിലുണ്ടാകുന്ന വീഴ്ചയാണ് പാപം. ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് വീണു പോകുന്നതാണ് പാപം. ആ പാപം മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല. വസ്തുവകളിൽ പാപം പതിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് അങ്ങനെ നോക്കിയാൽ എവിടെ കാലുകുത്താൻ പറ്റും? രക്തരൂഷിതമായി എത്രയോ കലാപങ്ങളും എത്രയോ യുദ്ധങ്ങളും ഒക്കെ നടന്ന ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ ആളുകൾ മുൻപേ പാർത്തു പോയവരാണ്. അവരുടെ ജീവിത പ്രവൃത്തികളൊക്കെ ഇവിടെ പതിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് മണ്ണിനടിയിൽ വിത്ത് കിടന്ന് മുളയ്ക്കുന്നത് പോലെ ഈ പാപങ്ങൾ മുളച്ച് നിങ്ങളെ ഞെരുക്കുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് വിശ്വസ്തതയാണ് ക്രിസ്തുവുമായിട്ടുള്ളത്? ഓരോ വ്യക്തിയും ദൈവത്തിൽ നിന്നാണെന്നിരിക്കെ, ഓരോ വ്യക്തിയും ക്രിസ്തുവിലാണെന്നിരിക്കെ, ഓരോരുത്തരിലും ജീവിക്കുന്നത് ക്രിസ്തുവാണെന്നിരിക്കെ എങ്ങനെയാണ് ഈ ലോകം മനുഷ്യനെ ഞെരുക്കുമെന്ന് പറയുന്നിടത്ത് വന്നെത്താൻ പറ്റുക? ഭൗതികമായ പ്രതിസന്ധികൾ ദൈവമഹത്വം വെളിപ്പെടാനുള്ള ജീവിതാവസരങ്ങളായി തിരിച്ചറിഞ്ഞ് അവയെ നേരിടാൻ ആത്മധൈര്യം കൊടുക്കേണ്ട പ്രഘോഷണങ്ങൾ ഇത്തരത്തിൽ ഭയം വിതറുന്നവയായി മാറുന്നു, അന്ധവിശ്വാസം വിതറുന്നവയായി മാറുന്നു. ഇവിടെയുള്ള പ്രാചീന മതങ്ങളുടെ എല്ലാ ദുസ്വാധീനവുമാണ് ഈ പ്രഘോഷണത്തിൽ കാണാൻ കഴിയുക. പാപത്തിന്റെ ദുസ്വാധീനമല്ല മനുഷ്യനിരിക്കുന്നത്, ഇത്തരം പ്രഘോഷണങ്ങളുടെ ദുസ്വാധീനമാണ്, അന്ധവിശ്വാസങ്ങളുടെ പ്രവർത്തനമാണ്. ആദിമാതാപിതാക്കന്മാർ വഴി വന്ന പാപത്തിന്റെ ദുസ്വാധീനം നമ്മിലുണ്ട്. ആ ദുസ്വാധീനം പാപാസക്തിയാണ്. ആ പാപാസക്തിയെ ക്രിസ്തു നീക്കുന്നുണ്ട്. കുരിശിലെ രക്തം വഴി ആ പാപാസക്തിയെ നീക്കി ആ പരമമായ സത്യത്തോട് യോജിച്ചു നിൽക്കുന്ന ഇമേഴ്സിംഗ് നോളേജ്, അറിവിൽ മുങ്ങുന്ന പ്രവൃത്തിയാണ് മാമോദീസ. മാമോദീസ വഴി ഉത്ഭവഭാവത്തിന്റെ കെട്ടുകളിൽ നമ്മൾ മോചനം പ്രാപിക്കുന്നു. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 404, 405 പറയുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ്. ഇത് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പ്രഘോഷകൻ കൂട്ടിച്ചേർക്കുകയാണ്. അതുകൊണ്ട് ആദം മുതൽ പൂർവികളുടെ മുഴുവൻ പാപങ്ങളും എന്നാക്കി തീർക്കണം. അങ്ങനെ ഒരു വചനമേ ആ ഭാഗത്തില്ല. പലപ്പോഴും സഭാപ്രബോധനങ്ങളെ തെറ്റായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? സഭാപ്രബോധനം പറയും, അതിലെ കുറച്ച് കാര്യങ്ങൾ പറയും, അതിൻ്റെ ഇടയ്ക്ക് സ്വന്തമായ ഒരു അഭിപ്രായം കയറ്റിവെക്കും. ആ അഭിപ്രായമാണ് സകല പൂർവികരുടെ എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ആദത്തിന്റെയും ഹവ്വയുടെയും അനുസരണക്കേട് മൂലം വന്ന പാപത്തിന്റെ ആസക്തിയുള്ള ഒരു ബന്ധം, ഒരു പകർച്ച സകല മനുഷ്യരിലുമുണ്ട്. അത് പാപത്തോട് അവനെ പ്രിയമുള്ളവനാക്കി മാറ്റും. അതിൽ നിന്നുള്ള മോചനമാണ് കൃപ വഴി നൽകുന്നത്. അതാണ് ക്രിസ്തു കുരിശിൽ നൽകിയത്. ആ കാര്യം പറയേണ്ടതിന് പകരം അതിനിടയ്ക്ക് ഈ പറഞ്ഞ പാരമ്പര്യവാദം കൊണ്ടുവന്ന് വെക്കുന്നു. പൂർവികർ തലമുറ ദോഷത്തെ കൊണ്ടുവന്ന് വെക്കുന്നു. കുർബാനയിൽ പൂർവികർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ പൂർവികർ വഴി വന്നുപോയി എല്ലാ പാപത്തിന്റെ കറകളും മായ്ക്കാനല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കുർബാനയിൽ പൂർവികരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ ജീവിത സഹനങ്ങൾ അവർക്ക് വേണ്ടി കൂടി സ്നേഹബുദ്ധിയെ കാഴ്ചവെക്കാം. ക്രിസ്തുവിൽ അവരെല്ലാം വിമോചിതരാണെന്ന വിശ്വാസത്തിലേക്ക് എത്താം. അങ്ങനെ ചെറിയവരും വലിയവരും ഒത്തുനിൽക്കുന്ന പരിശുദ്ധമായ കൂദാശയിലാണ് പങ്കുചേരുന്നതെന്ന് ഓർക്കാം. അവരുടെ പാപഭാരങ്ങൾ നമ്മുടെ തലയിലേക്ക് വരാതിരിക്കാനുള്ള കുറുക്കു വഴിയല്ല കുർബാന. നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ പാപഭാരം, അവരുടെ പാപഭാരം നമ്മുടെ തലയിൽ കെട്ടിവെക്കില്ല. വ്യക്തിപരമാണ് ഉത്തരവാദിത്വം. ഒരാൾ പശുവിനെ കൊന്നാൽ മറ്റൊരാൾ ക്രാവിനെ കൊന്നാൽ പകരമാകുമോ? അതാണ് ന്യായമായ ചോദ്യം, സാധാരണ ചോദിക്കുന്നതാ. ഒരാൾ പശുവിനെ കൊന്നാൽ ക്രാവിനെ കൊല്ലുന്നത് ശരിയാണോ? രണ്ട് അപ്പന്മാർ തമ്മിൽ വഴക്കുണ്ടായിരുന്നിരിക്കട്ടെ, രണ്ട് പിതാക്കന്മാർ തമ്മിൽ വഴക്കുണ്ടായി. അങ്ങനെ വഴക്ക് മൂത്തു, അസഭ്യ വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായി. കുറെ ആയി കഴിഞ്ഞപ്പോൾ ഒരാൾ മറ്റൊരാളുടെ കൂടെ നിൽക്കുന്ന കുട്ടിയെ പിടിച്ചൊരു അടി കൊടുത്തു. അങ്ങനെ ചെയ്യാമോ? നമ്മൾ പറയും മുതിർന്നവർ തമ്മിലുള്ള പ്രശ്നം മുതിർന്നവർ തമ്മിൽ തീർക്കണം. ആ കൊച്ചെന്ത് പിഴച്ചു, ആ കൊച്ചിനെ അങ്ങനെ ചെയ്യാമോ? കേവലം മാനുഷിക ബുദ്ധി പോലും ഇങ്ങനെയാണെങ്കിൽ പരമകാരുണികനായ ദൈവം നമ്മൾ ചെയ്യാത്ത തെറ്റിന്, നമ്മുടെ പൂർവികർ ചെയ്ത തെറ്റിന് നമ്മെ ശിക്ഷിക്കുമെന്ന് പറയുന്നത് ഒരു അധമബോധമല്ലേ? ഇത് പഴയ നിയമത്തിൽ നിലനിന്നതാ. പഴയ നിയമകാലത്ത് അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. അത് നീക്കം ചെയ്യാനാണ് ക്രിസ്തു വന്നത്. പാപത്തിന്റെ ഉത്തരവാദിത്വം വ്യക്തിപരമാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉത്തരം നിങ്ങൾ തന്നെ കൊടുക്കണം. അത് ഇവിടെ വെച്ചല്ല, തനത് വിധിയിലാണ്, പൊതുവിധിയിലാണ്. അവിടെ ഉത്തരം കൊടുക്കേണ്ടി വരും. എല്ലാവരും ദൈവസന്നിധിയിൽ നിർത്തപ്പെടും, ചോദ്യം ചെയ്യപ്പെടും. നീ പറയുന്ന അതേ വാക്കിനാൽ നീ വിധിക്കപ്പെടും. ഇത് പറഞ്ഞിട്ടുള്ള ക്രിസ്തുവാണ്. അതുകൊണ്ട് നിന്റെ വാക്ക് നീ തന്നെയാണ് ഉത്തരം പറയേണ്ടത്. നീ ചെയ്ത പിഴവിന് നീ ഉത്തരം പറയണം. വ്യക്തിപരമാണ് ഉത്തരവാദിത്വം. പൂർവികരുടെ പാപഭാരം ചുമക്കേണ്ട ഒരു ഭാരവും ഒരാൾക്കുമില്ല. ഇനി പൂർവികരുടെ പാപം നമ്മിലേക്ക് വരുമെന്ന് പറയാൻ വേണ്ടി
പ്രഘോഷണത്തിൽ പറയുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം 23-ാം അധ്യായം 29 മുതൽ 36 വരെ തിരുവചനങ്ങളാണ്. ആ തിരുവചന ഭാഗം ശ്രദ്ധയോടെ നമ്മൾ കാണണം. യേശു പറയാണ്, ആബേൽ മുതൽ സക്കറിയ വരെയുള്ളവരെ. ജെറുസലേമിന്റെ നാശത്തെക്കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ ഉള്ളതെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഈ പറഞ്ഞ ആബേൽ മുതൽ സക്കറിയ വരെയുള്ള, പ്രവാചകൻ വരെയുള്ള നിഷ്കളങ്ക രക്തത്തിന്റെ പാപഭാരം നിങ്ങളുടെ മേൽ പതിക്കും. ഇത് യേശു പറയുന്നത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്നാണ്. പഴയ നിയമത്തിന്റെ അവസാനം ക്രിസ്തുവിൽ സംഭവിക്കുകയും പുതിയ നിയമം ആരംഭം കുറിക്കുകയും ചെയ്യുന്ന സന്നിഗ്ധ വേളയിലാണ് ക്രിസ്തു ഇത് പറയുന്നത്. ഇത് യഹൂദ വിശ്വാസമാണ്. പൂർവികരുടെ പാപങ്ങൾ നിങ്ങളുടെ മേൽ പതിക്കുമെന്നത് പൂർവികരുടെ വിശ്വാസമാണ്, യഹൂദ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ തന്നെയാണ് യേശു തിരിച്ചു വെക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തികൾക്ക് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അവരുടെ രക്തം നിങ്ങളുടെ മേൽ പതിക്കും. അതുകൊണ്ട് ആ പാപത്തിന്റെ ഭാരം ആ തലമുറയുടെ മേൽ പതിക്കുമെന്ന് ക്രിസ്തു പറയുന്നത്, ക്രിസ്തു കുരിശിൽ സകല ജനതയ്ക്കും വേണ്ടി, എല്ലാ തലമുറകൾക്കും വേണ്ടി രക്ഷകനായി സ്വയം രക്തം ചിന്തുന്നതിന് മുമ്പുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഇനി അതിന് തുടർച്ചയായി നമുക്ക് കാണാവുന്ന വേറെ കാര്യങ്ങളുണ്ട്. ആ രക്തം വഴി അവർക്കുണ്ടായ പാപഭാരത്തിൽ നിന്ന് അവർക്ക് മോചനം ഉണ്ടാകുന്നുണ്ടോ? അതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് കാണാം. യേശു ഒരു തലമുറയുടെയും ഭാഗമല്ല, തലമുറകൾ നീക്കുകയാണ്. യേശു ക്രിസ്തുവിൽ അവസാനിക്കുന്ന തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെയും, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെയും, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെയും 14 ഗണങ്ങളായുള്ള തലമുറകൾ. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെയുള്ളത്. മത്തായി സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 17-ാം തിരുവചനത്തിൽ. അങ്ങനെ തലമുറകൾ തീരുകയാണ് ക്രിസ്തുവിൽ. അങ്ങനെ സകല തലമുറകൾക്കുമായി, സകല ജനതയ്ക്കുമായി ക്രിസ്തു കാൽവരിയിൽ കുരിശിൽ രക്തം ചിന്തുന്നു. ആ രക്തം ജനം ചോദിച്ചു വാങ്ങുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 27-ാം അധ്യായത്തിൽ 25-ാം തിരുവചനത്തിൽ വചനം ഏതെങ്കിലുമൊക്കെ ഭാഗം മാത്രം എടുത്ത് ചിന്തിക്കുമ്പോഴേ കുഴപ്പമുണ്ടാകണേ. ഈ ഭാഗം കൂടി കൂട്ടി വായിക്ക്. അവിടെ പീലാത്തോസ് കൈ കഴുകാണ്. ഇവന്റെ ഈ നിഷ്കളങ്ക രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറയാണ്. അപ്പൊ ജനം ആർത്ത് വിളിക്കുകയാണ്, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും പതിക്കട്ടെ. മനുഷ്യൻ എന്ന നിലയ്ക്ക് ക്രിസ്തുവിന്റെ രക്തം ആവശ്യപ്പെടുകയാണ്. സകല തലമുറകളുടെ മേലും ആ രക്തം തളിക്കപ്പെട്ടു. അതുകൊണ്ട് പാപത്തിന്റെ ഭാരത്തിൽ നിന്ന്, ഈ പൂർവിക ബന്ധത്തിൽ നിന്ന് സമ്പൂർണമായ വിമോചനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ ദൈവം വ്യക്തിപരമായ അനുഭവമാണ്. ഞാനും നിങ്ങളും ക്രിസ്തുവിലാണെന്നത് വ്യക്തിപരമായ അനുഭവമാണ്. ആ വ്യക്തിപരമായ അനുഭവത്തെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ ശരീരമായ സഭാഗാത്രം ഉണ്ടാകുന്നത്. ആ സഭാഗാത്രം ലോകത്തിന് മുഴുവൻ പരിഹാര ബലിയായി മാറുകയാണ്. അങ്ങനെ അഖില ലോകത്തിനു വേണ്ടി പരിഹാരമായി മാറുന്ന ബലിയാണ് ക്രിസ്തുവിന്റെ യാഗം. ആ യാഗത്തിൽ ഭാഗവാക്കുകളാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ഭാഗവാക്കുകളാകുക വഴി നമ്മുടെയും പൂർവികരുടെയും സകലരുടെയും പാപങ്ങളെ സ്വന്തം രക്തം കൊണ്ട് കഴുകിയ ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളോട് നാം ചേർക്കപ്പെടുന്നു, നമ്മുടെ ജീവിതം ചേർക്കപ്പെടുന്നു. ആനുകാലിക ലോകത്ത് ക്രിസ്തു രഹസ്യങ്ങളുടെ പൂർത്തീകരണം നമ്മുടെ ജീവിതം വഴി അരങ്ങേറാം. അങ്ങനെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും അനേകർക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചവന്റെ ഭാഗമാണ് നമ്മളെന്ന ബോധ്യത്തോടെ ആനുകാലിക ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവരായി നമ്മൾ മാറണമെന്നും പഠിപ്പിക്കേണ്ടതിന് പകരം ഈ പൂർവികരുടെ രക്തം നമ്മുടെ മേലുണ്ടെന്നും അവർ ചെയ്ത പാപത്തിന്റെ ഫലമൊക്കെ നമ്മൾ അനുഭവിക്കുന്നുവെന്നും പറയുന്നത് ക്രിസ്തുവിന്റെ യാഗത്തെ നിഷേധിക്കുന്ന പ്രവൃത്തിയാണ്. യേശു ക്രിസ്തുവിൽ നിറവേറിയ രക്ഷാകര ചരിത്രത്തെ നിഷേധിക്കുന്ന പ്രവൃത്തിയാണ്. രക്ഷാകര ചരിത്ര ആരംഭം മുതൽ അവസാനം വരെയുള്ള സകല മനുഷ്യർക്കും വേണ്ടി കുരിശിൽ പടഞ്ഞു മരിച്ചൊരുവന്റെ രക്തം നമ്മുടെ മേലും സകല ജനതയുടെ മേലും ഉണ്ടെന്നും അതുകൊണ്ട് പാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് നാം വിമോചിതരാണെന്നും പാപം നമ്മെ അടിമപ്പെടുത്തുന്നില്ലെന്നും നമ്മുടെ പ്രവൃത്തികൾ വഴി വീഴ്ച ഉണ്ടാകുമ്പോഴും തെറ്റിപ്പോകുമ്പോഴും തിരികെ വരാൻ നമുക്കാകുമെന്നും ക്രിസ്തുവിന്റെ അനന്തകാരുണ്യത്തിൽ നമുക്ക് ഭാഗഭാഗ്യത്തുണ്ടെന്നും പഠിപ്പിക്കേണ്ടതിന് പകരം നിങ്ങളുടെ പൂർവികരുടെ പാപങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ദുരിതങ്ങൾക്ക് കാരണമാണെന്നും ഭൗതിക പ്രശ്നങ്ങളുടെ ഉത്തരം കിടക്കുന്നത് പൂർവികരുടെ പാപത്തിലാണെന്നും പറയുന്ന അബദ്ധബോധ്യങ്ങൾ ആധുനിക സമൂഹത്തെ വഴിപിഴപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നവർ ഒരുപക്ഷെ ബോധത്തോടെ ആയിരിക്കില്ല പറയണത്. പക്ഷെ പറയുന്നതിനകത്ത് പിഴവുണ്ട് എന്ന കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. അത് എത്രത്തോളം ആക്ഷേപങ്ങൾ നമുക്കെതിരെ വന്നാലും, പിശാചുബാധയാണെന്ന് പറഞ്ഞാലും, നമുക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാലും, വിവരമില്ലെന്ന് പറഞ്ഞാലും നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞ് ചർച്ചയെ വഴിതിരിക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളിത് പറയും. ഫാൻസ് അസോസിയേഷൻകാരുടെ കാലമാണ്. അതുകൊണ്ട് അത്തരത്തിൽ ആളുകൾ പറയും. നേരിട്ട് ഐ ഡി ഇല്ലാത്ത ആളുകൾ ഫേക്ക് ഐ ഡി എന്ന്
ഇത്തരത്തിൽ മെസ്സേജുകൾ കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ അതിനെയൊന്നും കാര്യമായി പരിഗണിക്കുന്നില്ല. പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മനുഷ്യരക്ഷ എന്നുള്ളത് ക്രിസ്തുവിന്റെ മരണം കൊണ്ടുണ്ടായതാ, കുരിശിലെ മരണം കൊണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 49 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണാം. കയ്യഫാസ് പറയുന്നുണ്ട്, പ്രധാന പുരോഹിതൻ എന്ന നിലയ്ക്ക് ഒരുവന്റെ മരണം സകല ജനതയെയും രക്ഷിക്കും. ഇവരെ മരണം മൂലം സകല ജനതയും രക്ഷപ്പെടും. പ്രധാന പുരോഹിതൻ എന്ന നിലയ്ക്ക് പ്രവചനപരമായി പറയുകയായിരുന്നു എന്നാണ് സുവിശേഷകാരൻ പറയുന്നത്. അതുകൊണ്ട് പാപത്തിന്റെ അടിമത്വത്തിലല്ല ലോകം. പൂർവികരുടെ പാപങ്ങൾ നമ്മെ ഭാരപ്പെടുത്തുന്നില്ല എന്ന പരമാർത്ഥം നാം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താൻ ഇങ്ങനെ പൂർവികരുടെ പാപങ്ങൾക്കോ അവരുടെ ജീവിതത്തിനോ സാധ്യമല്ല. പിന്നെ സ്വല്പം മയപ്പെടുത്തി പ്രഘോഷകൻ പറയാണ്, പൂർവികരുടെ പാപങ്ങൾക്ക് ശിക്ഷ മക്കൾ അനുഭവിക്കേണ്ടി വരില്ല. എസെക്കിയേൽ പ്രവചനമൊക്കെ ഉണ്ടല്ലോ, പിതാക്കന്മാർ മുന്തിരിങ്ങ എന്നാൽ മക്കളുടെ വെല്ലു വിളിക്കുമോ. അതുകൊണ്ട് അത്തരത്തിൽ പോകാൻ കഴിയാതെ വന്നപ്പോൾ പറയാണ്, കൃപ കിട്ടില്ല, കൃപ നഷ്ടപ്പെട്ടു പോകും. എന്താണ് കൃപ? ഡിവിനിറ്റി ഇൻറ്റു ദി ഹ്യൂമനിറ്റി. മാനുഷികതയിലേക്ക് ദൈവികത ഒഴുകുന്നതിന്റെ പേരാ കൃപ. ആ കൃപ യേശു ക്രിസ്തുവിലൂടെ ഉണ്ടായി. കൃപ ദൈവിക ദാനമാണ്. നമ്മൾ ആവശ്യപ്പെട്ട് മേടിച്ചതല്ല, നമ്മുടെ മാനസാന്തരം കൊണ്ടുണ്ടായതല്ല, പാപമില്ലാത്തപ്പോൾ ഉണ്ടായതുമല്ല. നാം പാപികളായിരിക്കെ നമ്മുടെ മേൽ ചൊരിഞ്ഞ ഒന്നാണ് കൃപ. ആ കൃപ വഴിയാണ് രക്ഷ. വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. എഫെസ്യർ 2:8 പഠിപ്പിക്കും. അത് ദൈവിക ദാനമാണെന്നും അത് മാനുഷിക പ്രവൃത്തിയുടെ ഫലമല്ലെന്നും കൃത്യമായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മാനുഷിക പ്രവൃത്തി കൊണ്ടല്ല കൃപ, കൃപയാണ് നമ്മെ വീണ്ടെടുക്കുന്നത്. 18 വർഷം ദൈവമില്ലെന്ന് പഠിപ്പിച്ച ആളാ ഞാൻ. 18 വർഷം ദൈവമില്ലെന്ന് പഠിപ്പിച്ചിട്ടും ദൈവത്തെ ജീവിതം കൊണ്ട് അനുഭവപ്പെടുത്താനായി ദൈവം എന്നെ വീണ്ടെടുക്കുമ്പോൾ മാമുദീസ വഴി എനിക്ക് നൽകപ്പെട്ട കൃപയാലാണ്. അതെന്റെ യോഗ്യത കൊണ്ടല്ല, ഞാൻ പഠിച്ചു നേടിയ അറിവല്ല. ഞാൻ പിന്നീട് കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്, ദൈവശാസ്ത്രം പഠിച്ച്, അതൊക്കെ വേറെ കാര്യമാണ്. പക്ഷേ കൃപ കൊണ്ടാണ്. അന്ന് വരെ തെറ്റാണെന്ന് കരുതിയിരുന്ന കാര്യം ഒരു രാത്രി കൊണ്ട് തലതിരിച്ചു വെക്കാൻ കഴിയണമെങ്കിൽ അത് കേവലം മാനുഷികമല്ല, മാമുദീസയിൽ എനിക്ക് നൽകപ്പെട്ട കൃപയാലാണ്. കൃപ വഴിയാണ് വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പിന്റെ ഉറവിടമായ കൃപ ദൈവം തടഞ്ഞു വെക്കുവോ? പൂർവികർക്ക് കൃപ തടയാൻ പറ്റുമോ? പൂർവികർ കൃപ നഷ്ടപ്പെടുത്തി, ആ കൃപ നഷ്ടപ്പെടുത്തിയത് നമ്മിലേക്ക് ഒഴുകാൻ തടസ്സമുള്ളത് നീക്കാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥിക്കുന്നതിന് കൃപയാലല്ലേ? ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ദൈവകൃപയാലാ. ദൈവകൃപയാലല്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. 5 മിനിറ്റ് അടങ്ങിയിരിക്കാൻ പറ്റുമോ നമുക്ക്? പുരുഷന്മാരുടെ പ്രാർത്ഥനാ സമയം 20 മിനിറ്റാന്നാ പറയണേ. ദീർഘനേരമൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുന്നതിന്റെ കാര്യം എന്താ? ദൈവമേ എന്ന് വിളിക്കുന്ന ഉള്ളിൽ നീയാണ് എന്റെ സർവസ്വം എന്ന് പറയാണ്ട് തേങ്ങൽ എവിടെ നിന്നാ വരുന്നത്? കൃപയിൽ നിന്നാ. അഗസ്റ്റിൻ എങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നത്? കൃപയാലാണ്. പൗലോസ് എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെടുന്നത്? കൃപയാലാണ്. ചെയ്ത പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല. പൗലോസിന്റെ പൂർവികരൊക്കെ യഹൂദ വിശ്വാസത്തിൽ അടിയുറച്ചവരായിരുന്നു, പൗലോസ് വരെ. അപ്പൊ പൂർവികരുടെ പാപഭാരങ്ങൾ പൗലോസിനെ ഞെരുക്കുമെങ്കിൽ കൃപ എങ്ങനെ ഒഴുകി? ശിഷ്യന്മാരിലേക്ക് എങ്ങനെ കൃപ ഒഴുകി? കൃപ ദൈവികദാനാണ്. ഇന്ന് വരെ ആരെങ്കിലും ദൈവസന്നിധിയിൽ പ്രവർത്തിക്കുന്നവരായി മാറുന്നുണ്ടെങ്കിൽ കൃപ വഴിയാണ്. പുരോഹിതരെങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നു? മാതാപിതാക്കൾ പുണ്യം ചെയ്തവരായിട്ടാണോ? എനിക്കറിയാവുന്ന 2 പുരോഹിതരുടെ പിതാവ് ഒന്നാന്തരം മന്ത്രവാദം ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം സ്ഥാനമൊക്കെ കാണാൻ നടന്നിരുന്ന ആളാണ്. വാസ്തുശാസ്ത്രം പഠിച്ചിരുന്ന ആളാണ്. അദ്ദേഹം അത് ചെയ്താണ് ഉപജീവനം കഴിച്ചിരുന്ന ഈ മക്കളെ വളർത്തിയത്. അങ്ങനെ മക്കൾ ഈ ചെയ്യുന്ന ദുഷ്കർമ്മത്തിന്റെ ഫലമായി അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ ഫലമായി ഭക്ഷണം കഴിച്ചു വളർന്ന മക്കൾ 2 പേർന്ന് ബലിമേശയിൽ കർത്താവിന് ബലിയർപ്പകരായി മാറിയിട്ടുണ്ട്. കൃപ തടയപ്പെടുവോ? മാതാവും പിതാവും നല്ലവരല്ലെങ്കിൽ മക്കൾ നല്ലവരാകില്ല എന്നാണ് സാധാരണ ചിന്ത. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാതാപിതാക്കൾക്കല്ല, ഓരോരുത്തർക്കും വ്യക്തിപരമായാണ് കൃപ. ഓരോ മനുഷ്യനും. എങ്ങനെയാണ് കൃപ നഷ്ടപ്പെടുന്നതെന്ന് പറയുന്നറിയുമോ? സ്വത്ത് നഷ്ടപ്പെടുന്ന പോലെയാണ്. മാതാപിതാക്കൾ മദ്യപാനികളായിരുന്നു, പിതാവ് ധൂർത്തരായിരുന്നു മാതാപിതാക്കൾ. അതുകൊണ്ട് അവരുടെ സ്വത്ത് നഷ്ടപ്പെടുത്തി, അത് മക്കൾക്ക് കിട്ടുന്നില്ല. ഇത് കോൺസിക്വൻസ് ആണ്. ഇത് ഈ അതിക്രമങ്ങളുടെ ഫലമാണ്. ഇതും പാപമായിട്ട് ബന്ധമില്ല, കൃപയായിട്ട് ബന്ധമില്ല. കൃപ ഭൗതികമായ നേട്ടങ്ങൾക്കുള്ളതല്ല, അത് മനുഷ്യനെ വീണ്ടെടുക്കുന്ന വിശ്വാസം വഴിയുള്ള രക്ഷയുടെ പ്രവൃത്തിയാണ്. അത് ഭൗതികതയുമായി ബന്ധമുള്ള കാര്യമല്ല.
കൃപയുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കണേ? എന്നുള്ള ഈ കൃപയുള്ളവരൊക്കെ സഹനാത്മാക്കളായി മാറിയത് എങ്ങനെയാ? ഈ കൃപയുടെ സമൃദ്ധി ഉണ്ടായിരുന്ന അൽഫോൻസ് എങ്ങനെയാണ് മഹോദര രോഗിയായി ദീർഘകാലം കിടന്നു മരിച്ചത്? യുവപ്രാസ്യം എങ്ങനെയാണ് സഹിച്ചത്? കൊച്ചുലേശ എങ്ങനെയാണ് സഹിച്ചത്? കൃപ നഷ്ടപ്പെട്ടിട്ടാണോ? കൊച്ചുലേശയുടെ കുടുംബത്തിൽ അനുഭവിച്ച ജീവിത ദുരിതങ്ങൾ കൃപയുടെ തടസ്സമാണോ? ആ കൃപയുടെ സവിശേഷമായ ബന്ധത്തിൽ സ്വന്തം ജീവിതം ഒരു കളിപ്പന്താക്കി മാറ്റി യേശുവിന് കളിക്കാൻ കൊടുക്കാൻ മനസ്സ് കാണിക്കാൻ വിശുദ്ധ കൊച്ചുലേശയ്ക്ക് കഴിയുന്നു കൃപാസമൃദ്ധിയിൽ. ഇപ്പൊ പൂർവികരുടെ പാപം പൂർവികർ കൃപ നഷ്ടപ്പെടുത്തി സ്വത്ത് നഷ്ടപ്പെടുന്ന പോലെയല്ല കൃപ. സ്വത്ത് ഭൗതികമാണ്. ഈ ഭൗതികതയും ആത്മീയതയും തമ്മിലുള്ള വേർതിരിവ് തിരിച്ചറിയണം. ഈ ഭൂമിയിലുള്ളതൊന്നും സ്ഥായിയായുള്ളതല്ല. നിങ്ങൾക്ക് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന കൃപ കൊണ്ടാണെന്നല്ല വിചാരിക്കേണ്ടത്. നമുക്കാണ് ദൈവകൃപ നൽകപ്പെടുന്നത്. അത് സഹിക്കുന്നവനാകാം, രോഗിയാകാം, രോഗത്തിനകത്തും ദൈവകൃപയുണ്ട്. അവിടെ കൃപയെ ഭൗതിക നേട്ടങ്ങളായി കാണാനും ഭൗതിക നേട്ടങ്ങളുടെ തടസ്സങ്ങൾ കൃപ കിട്ടാത്തതാണെന്നും പറയുന്നതും അന്ധവിശ്വാസവും അബദ്ധബോധ്യവുമാണ്. കൃപ നമ്മുടെ പ്രവൃത്തി വഴി കിട്ടുന്നതല്ല. നമ്മൾ മാനസാന്തരപ്പെട്ടപ്പോഴല്ല കൃപ കിട്ടിയത്. നമ്മുടെ പൂർവികരുടെ പാപങ്ങൾ മൂലം കൃപ തടയപ്പെടുന്നത് തെറ്റാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1:16 പറയാണ്, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അവന്റെ പൂർണ്ണതയിലാണ്, അവനിലാണ് കൃപ. കൃപ നൽകപ്പെട്ടു ക്രിസ്തുവിൽ. അത് സൗജന്യദാനമാണ്. സകല മനുഷ്യരുടെ മേലും ചൊരിയപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ദൈവകൃപയുടെ അനുഭവം ക്രിസ്തുവിലേക്ക് അയാളെ ഉയർത്തും, ഹൃദയബോധ്യത്തെ മാറ്റും. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1:17 പറയുന്നുണ്ട്, നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. യേശുക്രിസ്തു വഴി ഉണ്ടായ കൃപ സകല മനുഷ്യരിലേക്കും വ്യാപിക്കുന്നു. ആദത്തിന്റെ പാപം മൂലം സകല മനുഷ്യരിലേക്കും പാപം വ്യാപിച്ചതുപോലെ ക്രിസ്തുവിന്റെ കൃപ, ക്രിസ്തുവിന്റെ അനുസരണം മുഖേന ക്രിസ്തുവിലൂടെ കൃപ സകല മനുഷ്യരിലേക്കും. അങ്ങനെ ഒരു പഴയ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് നടന്നിട്ടുണ്ട്. പാപച്ചാഴ്ചകൾ നിലനിൽക്കുന്നു. അത് വ്യക്തിപരമായ ഉത്തരവാദിത്തം ഏറ്റുപറയാൻ വേണ്ടിയാ. ക്രിസ്തുപക്ഷം നിന്നുകൊണ്ട് വിശ്വാസം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അനുഭവമാകാൻ വേണ്ടിയാണ് ഓരോരുത്തർക്കും അവസരം. സകല മനുഷ്യർക്കും വേണ്ടി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. ആരെയും ഒഴിവാക്കുന്നില്ല. ഒരു തടസ്സവും കൃപയ്ക്കില്ല. കൃപയെ തടുക്കാനൊന്നും കഴിയില്ല. അങ്ങനെ വന്നാൽ കൃപ കൃപയായിരിക്കുകയില്ല. റോമർ 5:15 പറയുന്നു, പാപം പോലെയല്ല കൃപാദാനം. പാപം പോലെയല്ല, തടയുന്നൊന്നല്ല, തടയപ്പെടാൻ പറ്റാത്ത ഒന്നാണ്. ഒരു മനുഷ്യന്റെ പാപം മൂലം അനേകർ മരിച്ചുവെങ്കിൽ മറ്റൊന്നിലൂടെയുള്ള കൃപാദാനം അനേകർക്ക് ജീവൻ നൽകും. അനേകർ എന്ന് വെച്ചാൽ അണൻഡിങ് ആണ്. അത്തരത്തിൽ സകലർക്കും ജീവൻ നൽകാൻ വേണ്ടി ക്രിസ്തു യാഗമായിട്ട് മാറി. ക്രിസ്തുവിന്റെ യാഗം അസാധുവായി മാറില്ല. ക്രിസ്തുവിനോട് ചൊരിയപ്പെട്ട കൃപ ഒരുവനും നഷ്ടമാകില്ല, ഒരാൾക്കും തടയാൻ കഴിയില്ല. മാത്രമല്ല റോമർ 5:20 പറയുന്നു, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചിരിക്കുന്നു. അത് പാപം ചെയ്യാനുള്ള അവസരമായിട്ടല്ല പറയുന്നത്, പക്ഷെ പാപം ചെയ്തെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചിരിക്കുന്നു. കൃപയുടെ കീഴിലാണ് നമ്മൾ. അത് തടയാൻ പൂർവിക പാപങ്ങൾക്കാകില്ല. അങ്ങനെ ചോർച്ച ഉണ്ടാവില്ല. കൃപ ചോർന്നു പോകില്ല. കൃപയാലാണ് അവർ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ശുദ്ധീകരാത്മാക്കൾ അവിടെ ആയിരിക്കുന്നത് കൃപയാലാണ്. വീണ്ടെടുപ്പിന്റെ അനുഭവതലത്തിലേക്ക് അവരെ ഉയർത്താൻ, ചെറിയ തടസ്സങ്ങൾ അവർക്കുള്ളത് നീക്കാൻ, അല്പകാലത്തേക്ക് അവർ സഹിക്കുന്ന സഹനം നിത്യ രക്ഷയുടെ ഭാഗമായിട്ട് മാറാനുള്ളതാണ്. നിത്യ സൗഭാഗ്യത്തിന്റെ ഭാഗമായിട്ട് മാറാനുള്ളതാണ്. അവർ തള്ളിക്കളയപ്പെടുകയല്ല. റോമർ 6:14 പറയുന്നുണ്ട്, പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. ആ കൃപയാണ് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. അത് നഷ്ടപ്പെടുത്താൻ ഒരു സാധ്യതയില്ല. ഒന്നിനും സാധ്യമല്ല. അത് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം പാപം ചെയ്യാം, കൃപ വർദ്ധിച്ചോളുന്ന അർത്ഥത്തിലല്ല. ഈ പാപം വർദ്ധിച്ചെടുത്താണ് കൃപ ചൊരിയപ്പെട്ടത്. ആ കൃപയുടെ ഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് പൂർവികരിലൂടെ നമ്മിലേക്ക് കൃപ ഒഴുകുന്നു എന്നുള്ളത് തെറ്റ്. അവരിലൂടെ ഒന്നുമല്ല കൃപ ഒഴുകുന്നത്. കൃപ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും ഉള്ളതാണ്. തടയാൻ വേറെ ആർക്കും സാധ്യമല്ല. അതിനൊരു ഇടനിലക്കാരനില്ല കൃപയ്ക്ക്. ഏറ്റവും രസകരമായ കാര്യം റോമർ 11:30 പറയുന്നുണ്ട്, ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു, അവരുടെ അനുസരണക്കേട് മൂലം നിങ്ങൾക്ക് കൃപ ലഭിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ പൂർവികരുടെ അനുസരണക്കേട് കൃപയ്ക്ക് കാരണമായിട്ട് മാറിയെന്ന് ഇവിടെ പറയണേ. എന്നിട്ട് പറയാണ്, അവർ കൃപ നഷ്ടപ്പെടുത്തി. അവരിലൂടെ അല്ല കൃപ. പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സ്നേഹപ്രഖ്യാപനമാണ്, വിശ്വാസ പ്രഖ്യാപനമാണ്, മോക്ഷത്തെക്കുറിച്ചുള്ള നമ്മുടെ ഉറപ്പാണ്. ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പിഴവുണ്ടാകുമ്പോൾ നഷ്ടധൈര്യരായി പോകാതെ ദൈവസന്നിധിയിൽ നമുക്കിടമുണ്ട്
അന്തിമ ശുദ്ധീകരണത്തിന് ഇടമുണ്ട് എന്നൊരു ബോധ്യം വളർത്തുകയും എങ്ങനെ ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ അല്ലാതെ നേരിട്ട് പറുദീസയിലേക്ക് പോകാൻ കഴിയുമെന്ന തീക്ഷ്ണതയിൽ വളരാൻ ഒരു കാരണമായിട്ട് കൂടിയാണ് ശുദ്ധീകരണാവസ്ഥയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്. അതല്ലാതെ അവിടെ ഒരു തടയലിന്റെ അരിപ്പുണ്ടെന്ന് പറയാൻ വേണ്ടി അല്ല. ഇവിടെ പൂർണ്ണമാകുന്നില്ല, അടുത്ത ഭാഗത്ത് വീണ്ടും തുടരാം, എന്നിട്ട് അവസാനം മറുപടി പറയാം. ഇത് ഇടയ്ക്ക് വെച്ച് നിർത്താമെന്ന് വിചാരിച്ചതാണ്. ഏതായാലും എത്രത്തോളം വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരുന്ന നിലയ്ക്ക് നമുക്കിത് പറഞ്ഞ് പൂർത്തിയാക്കാം. നിങ്ങൾ പരമാവധി പേർക്ക് ഷെയർ ചെയ്യുകയും സംവദിക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാട്സപ്പിലൂടെയോ അതല്ലെങ്കിൽ വീഡിയോയ്ക്ക് കീഴെയോ കമന്റ് ചെയ്യാം. ഏത് അഭിപ്രായത്തിനും സ്വാഗതം ചെയ്യുന്നു. അത് ഇപ്പോൾ വിമർശനമാണെങ്കിലും ആക്ഷേപമാണെങ്കിലും വിരോധമൊന്നുമില്ല. പറയുന്നവർ പറയട്ടെ. ഒരു ആക്ഷേപത്തിനും മുനയൊടിക്കാൻ കഴിയില്ല. സത്യം പറയുമ്പോൾ അങ്ങനെയാണ്. നുണ എങ്ങനെയാന്ന് വെച്ചാൽ സത്യം എപ്പോഴും നഗ്നമാണെന്ന് പറയും. അത് നുണയും സത്യവും കൂടി കുളിക്കാൻ പോയി. സത്യം ഉടുപ്പൂരി കരയെ വെച്ചിട്ട് കുളിക്കാൻ ഇറങ്ങിയപ്പോ നുണ ഈ സത്യത്തിന്റെ ഉടുപ്പ് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ സത്യം നഗ്നനായി മാറി. അതാണ് നഗ്നസത്യം. ഇപ്പൊ സത്യം ചെരുപ്പിടാൻ ആലോചിക്കുമ്പോൾ നുണ ലോകം ചുറ്റിക്കഴിയും. അത്ര പ്രചാരമാണ് ഇത്തരം അബദ്ധങ്ങൾക്ക്. ഈ അബദ്ധങ്ങൾ പെട്ടെന്ന് വ്യാപിക്കും. ഈ ഒരു അബദ്ധത്തിന്റെ പ്രത്യേകത പണ്ടത്തെ പോലെ അല്ലെന്നാ പറയാം. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരബദ്ധത്തെ പ്രസവിക്കും. എന്നിട്ട് അബദ്ധത്തിന് കർത്തൃത്വം ഉണ്ടാവും. ഇന്നടുത്ത് നിന്നാണ് അത് വരുന്നതെന്ന് പറയും. ഇപ്പൊ അങ്ങനെയല്ല. ഒരു നുണ പ്രസവിക്കുന്ന നുണ അതിന്റെ മാതാവായ നുണയുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അത് പ്രസവിക്കുന്ന നുണയ്ക്ക് അതുമായിട്ടും ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ നുണ അതിപ്രചാരം നേടുന്നൊരു കാലത്താണ്, അന്ധവിശ്വാസങ്ങൾ അതിപ്രചാരം നേടുന്നൊരു കാലത്താണ് നമ്മൾ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്, സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ശുശ്രൂഷ നിങ്ങളുടെ കഴിവിനും അറിവിനും ഒക്കെ അനുസരിച്ച് വേണ്ട വിധം വ്യാപിപ്പിക്കാൻ നിങ്ങളും ശ്രദ്ധിക്കുക. നമുക്കൊന്നിച്ചു മുന്നേറാം. സത്യം തിരിച്ചറിയുകയും സത്യത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കത്തോലിക്കാ സഭയ്ക്കകത്ത് തന്നെ ജീവിതത്തെ ക്രിസ്തുവിൽ യാഗമായിട്ട് അർപ്പിക്കാൻ ആത്മാവിന്റെ ബലം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.